ങ്ങൾക്ക് വഴിമരുന്നിടാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടുത്ത ഭാഗങ്ങൾ ഉടൻ പുറത്തുവരുമെന്നാണ് സൂചന. കേരളത്തിലെ ചില സൂപ്പർ താരങ്ങളുടെ അടക്കം ഇടപെടലുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആ ഒഴിവാക്കപ്പെട്ട റിപ്പോർട്ടുകളിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അങ്ങനെ റിപ്പോർട്ടിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഉടൻ പുറത്തു വന്നേക്കും എന്ന പ്രതീക്ഷയിലാണ് മാധ്യമലോകവും. ഇതിൽ പോക്സോ കേസ് വരെ ചുമത്താവുന്ന വിവരങ്ങളുണ്ട് എന്നാണ് സൂചന. അതിഗുരുതരമായ വെളിപ്പെടുത്തൽ ഉള്ളതിനാലാണ് ഈ ഭാഗങ്ങൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷനെയും തടസ്സ ഹർജി ഫയൽ ചെയ്തവർ തടഞ്ഞതെന്ന് സൂചനയുണ്ട്. റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ തന്നെ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് വിധേയമായി ചില പേജുകൾ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഒഴിവാക്കിയിരുന്നു. സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് സംസ്ഥാന സർക്കാർ റിപ്പോർട്ടിലെ ആ ഭാഗങ്ങൾ പിടിച്ചുവെച്ചത്. ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട് ഇടത് ചാനലായ കേരളി ടിവിയുടെ അടക്കം മാധ്യമപ്രവർത്തകർ അപ്പീൽ നൽകി. ഈ അപ്പീലിൽ ഡിസംബർ 7 രാവിലെ കമ്മീഷൻ വിധി പറയാനിരിക്കെയാണ് തടസ്സ ഹർജി ഫയൽ ചെയ്തത്. സർക്കാർ പുറത്തുവിടാത്ത റിപ്പോർട്ടിലെ ഭാഗങ്ങൾ തങ്ങൾ അന്തിമമായി പുറത്തുവിടുന്നത് നേരത്തെ വിവരാവകാശ കമ്മീഷൻ നിലപാടുമെടുത്തിരുന്നു. പക്ഷേ തടസ്സ ഹർജി വന്നതോടെ കമ്മീഷന് അതിനും തടസ്സമായി. ഇനി ഹർജിക്കാരന്റെ വാദം കൂടി കേട്ട ശേഷം മാത്രമാകും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടാകുക. കമ്മീഷന്റെ ഉത്തരവ് എന്തായാലും നടപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പന്ത് ഇപ്പോൾ കമ്മീഷന്റെ കോർട്ടിലാണ്. റിപ്പോർട്ടിനായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമ പ്രവർത്തകരിൽ നിന്നും കമ്മീഷൻ നിയമാനുസൃതം പണം വാങ്ങിയിരുന്നു. പണം വാങ്ങിയതോടെ ആവശ്യപ്പെട്ട പേജുകൾ വിവരാവകാശ നിയമപ്രകാരം നൽകിയേ മതിയാകൂ എന്നാണ് കമ്മീഷന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇതോടെയാണ് സാംസ്കാരിക വകുപ്പിന്റെ എതിർപ്പിനെ മറികടന്ന് റിപ്പോർട്ടിന്റെ ബാക്കി ഭാഗം പുറത്തുവരാൻ വഴിയൊരുങ്ങിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിലവിലുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ പുറത്തുവന്ന വാർത്തകളുടെയും മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നടന്മാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അതിൽ ചില നടന്മാർക്കെതിരെ ഉയർന്നത് വ്യാജ ആരോപണമാണെന്ന് വ്യക്തമായിരുന്നു. പക്ഷേ സിദ്ദിഖ്, ഇടവേള ബാബു അടക്കം മുൻനിര നടന്മാർ ഇപ്പോഴും ജാമ്യത്തിലാണ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിൽ കൂടുതൽ വിവാദങ്ങൾക്ക് അത് വഴിതെളിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.